സ്കന്ദപുരാണം ഉപദേശകാണ്ഡം തുടരുകയാണ്. മറ്റൊരു ഇതിഹാസ പ്രസിദ്ധമായിട്ടുള്ള സംവാദത്തെയാണ് ഇവിടെ ഉദ്ധരിച്ചത്. ധർമ്മത്തെക്കുറിച്ച് ഉള്ള ഒരു ചർച്ച വരുമ്പോഴാണ് തുലാധാര ജാജലി സംവാദം. ഇത് മഹാഭാരതത്തിലൊക്കെ കാണാൻ കഴിയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു സംവാദമാണ്. വനത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നതായ ഒരു വിപ്രൻ, ഒരു താപസനാണ് ജാജലി. ഇപ്പോൾ വളരെ കാലമായി അദ്ദേഹം തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ജടാമുടിയൊക്കെ ധരിച്ച് തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ കുറേ കാലം സഞ്ചരിച്ച് അദ്ദേഹത്തിന് കിട്ടിയതായ തപസ്സിൻ്റെ തേജസ് കൊണ്ട് മനോവേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു കഴിവ്, ലോകം മുഴുവനും വേണമെങ്കിൽ അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ തപസ്സിന്റെ ഫലമായിട്ടാണ് തനിക്ക് ഈ ഒരു കഴിവുണ്ടായത് എന്ന് കരുതുകയും ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഈ ജാജലിക്ക് തോന്നുകയാണ്, എനിക്ക് തപോബലം ഉണ്ടായിക്കഴിഞ്ഞു, എനിക്ക് തുല്യനായി മറ്റാരും തന്നെ ഇല്ല എന്നൊക്കെയുള്ള അല്പം ഒരു അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അപ്പൊ ഒരു ആത്മഗതം എന്നതുപോലെ അദ്ദേഹം ഒരു വനത്തിലൊരിടത്തിരുന്നു കൊണ്ടാണ് ഈ ആത്മഗതം ചെയ്യുന്നത്. എന്നോളം പ്രഭാവശാലിയായിട്ട്, എന്നോളം തുല്യനായിട്ട് ആരുമില്ല, എൻ്റെ ഒപ്പം എത്താൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം തൻ്റെ സമീപത്തൊന്നും ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആ വനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന ഇടത്ത് വൃക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഈ ഗതി കിട്ടാത്ത ജീവാത്മാക്കൾ, പൈശാചിക ഭാവം സ്വീകരിച്ച കുറേ ജീവാത്മാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ് ഈ ജാജലിയോട്, താങ്കൾ വെറുതെ അഹങ്കരിക്കേണ്ടതില്ല. വാരാണസിയിൽ, കാശിയിൽ തുലാധാരൻ എന്നൊരു വർത്തകനുണ്ട്. അദ്ദേഹത്തിന് നിന്നേക്കാളും പ്രഭാവമുണ്ട് എന്നാണ്. അപ്പോൾ ജാജലി ഇങ്ങനെ തന്നോട് സംവദിക്കുന്നതായ ആ ജീവാത്മാക്കളോട്, പിശാചുക്കളോട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരാളുണ്ടോ, എന്നേക്കാളും പ്രഭാവശാലിയായിട്ടൊരാളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഈ ജാജലിക്ക് ആഗ്രഹം തോന്നി, അത്രയും കേമനായിട്ടൊരാളുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ, ഒന്ന് പരിചയപ്പെടണമല്ലോ. അങ്ങനെ പുറപ്പെട്ടു. അവിടുന്ന് വാരാണസിയിൽ, കാശിയിലെത്തി. എവിടെയാണ് ഈ തുലാധാരനുള്ളത് എന്ന് നോക്കി. അയാൾ എന്ത് തപസ് ചെയ്തിട്ടാണ്, എന്ത് ദുഷ്കരമായ കർമ്മം ചെയ്തിട്ടാണ് ഈ പ്രഭാവം നേടിയത് എന്ന് അന്വേഷിക്കുകയാണ്. ഈ ജാജലി മഹർഷി വളരെ കാലം കഠിന തപസ് ചെയ്ത ആളാണ്. അഗ്നി യജ്ഞം ചെയ്യുക, അതായത് നിത്യവും പ്രഭാതത്തിലും സൂര്യോദയത്തിലും സൂര്യാസ്തമയ സമയത്തുമൊക്കെ അഗ്നിയിൽ ആഹൂതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടതുപോലെ സ്വാധ്യായത്തിൽ ഏർപ്പെട്ട് ആളാണ്, അങ്ങനെ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. മഴക്കാലത്താണെങ്കിൽ വെള്ളത്തിലിറങ്ങി നിന്നും, വേനൽക്കാലത്ത് അഗ്നിമധ്യത്തിൽ നിന്നും ഒക്കെ തപസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം തപസ് ചെയ്യവേ, ആ തപസ് ചെയ്തിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു. ഇദ്ദേഹം ഇരിക്കുന്ന ആ ദിക്കില് ഈ മഴ പെയ്യുമ്പോൾ
ആ മഴവെള്ളം നനഞ്ഞിട്ട്, മഴവെള്ളം വീണ് നനഞ്ഞ് അദ്ദേഹത്തിന്റെ ജടാമുടിയൊക്കെ നനയുകയും ആ സമയത്ത് ഒരു പക്ഷി ഈ മഹർഷിയുടെ ജടയുടെ മുകളിൽ വന്നിട്ട് കൂടുകൂട്ടിയെന്നാണ്. ആ പക്ഷിക്ക് അറിയില്ല അത് മനുഷ്യരാണ്, മനുഷ്യന്റെ ശിരസിലെ മുടി ജട കെട്ടിയിട്ട് നിൽക്കുന്നതാണ്, അതൊന്നും അതിനറിയില്ല. അപ്പൊ അവിടെ വന്ന് ഒരു പറ്റിയ ഇടം കണ്ടു, അവിടെ കൂടുകൂട്ടി. ഉണങ്ങിയ പുല്ലും അതുപോലെ ചുള്ളിക്കമ്പുകളും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇതറിയുന്ന ജാജലി ഉപദ്രവിച്ചില്ല. അതവിടെ തനിക്കും അതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല. അപ്പൊ തന്റെ ജടാമുടിയിൽ ഈ പക്ഷി വന്നിങ്ങനെ കൂടുകൂട്ടുന്നു. അതിനെ ഉപദ്രവിക്കണ്ട, ആ കൂടെ ഇളക്കിക്കളയണ്ട എന്ന് കരുതി അദ്ദേഹമാവട്ടെ നിശ്ചലനായിട്ട് അങ്ങനെ ഇരുന്നു കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺപക്ഷി, 2 പക്ഷികളുണ്ട്, അതിൽ പെൺപക്ഷി മുട്ടയിടുന്നു ആ കൂടിൻ്റെ ഉള്ളിൽ. അതൊക്കെ തനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പതുക്കെ പതുക്കെ ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിനെ ഉപദ്രവിക്കണമെന്ന് തോന്നിയില്ല. അദ്ദേഹം തൻ്റെ ശരീരം ചലിപ്പിക്കാതെ ഈ പക്ഷികൾക്കോ പക്ഷി കുഞ്ഞുങ്ങൾക്കോ ഒന്നും ആപത്ത് വരണ്ട എന്ന് കരുതി ഏകാഗ്രതയോടുകൂടിയിട്ട് അങ്ങനെ ഇരുന്നു, ചലിക്കാതെ ഇരുന്നു കൊടുത്തു. അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ് തോന്നിയത് എന്നാണ്. ഈ പക്ഷികളും ഇതൊന്നും അറിയുന്നില്ല. ഒരു മനുഷ്യന്റെ ശിരസിലാണ് ഞങ്ങൾ കൂടുകൂട്ടിയിട്ടുള്ളത്, അതിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്, ഇതൊന്നും ആ പക്ഷികൾക്കും അറിയില്ല. പലപ്പോഴും ഈ പക്ഷികൾ ആഹാരം തേടി പറന്നു പോകും, സന്ധ്യയായി കഴിഞ്ഞാൽ മടങ്ങി വരും, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കും. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞു. പിന്നെ ഈ പക്ഷികളെ കാണാതെയായി. ചിലപ്പോൾ ദിവസങ്ങളോളം പക്ഷികൾ വരില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ പക്ഷികളൊക്കെ വലുതായി, കുഞ്ഞുങ്ങളൊക്കെ പറന്ന് പോവാനുള്ള പ്രാപ്തിയായി, അവ പറന്നു പോയിട്ടുണ്ടാവും, ഇനി മടങ്ങി വരില്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത്രയും നാളുകൾ ഈ പക്ഷി കൊണ്ടുവന്ന് കൂടുകൂട്ടിയതും അതിൽ മുട്ടകളിട്ടതും അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നതും, അത്രയും നാള് ആ ശരീരം ചലിപ്പിക്കാതെ, ശിരസ് പോലും ചലിപ്പിക്കാതെ ഏകാഗ്രചിത്തനായിരുന്നു തനിക്ക് അത്രയ്ക്കുള്ള ഒരു തപോബലമുണ്ട്, സിദ്ധിയുണ്ട് എന്നൊക്കെ തോന്നുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് വീണ്ടും നടന്ന് നദിയിലിറങ്ങി സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴും അദ്ദേഹം ആദ്യം ചെയ്തതുപോലെ ഞാൻ ധർമ്മം നേടിക്കഴിഞ്ഞു എന്നിങ്ങനെ സ്വയം പറയുകയാണ്. അഭിമാനത്തോടു കൂടിയിട്ട് പറയുകയാണ്, ഞാൻ ധർമ്മം നേടിക്കഴിഞ്ഞു. അപ്പോഴും ആദ്യത്തേതുപോലെ ഒരു അശരീരി കേൾക്കുകയാണ്, താങ്കൾ കാശിയിലെ തുലാധാരന്റെ ഒപ്പം ഉള്ള ഒരു യോഗ്യത താങ്കൾക്കില്ല എന്നാണ്. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിനൊരു ആകാംക്ഷയായി എന്നാണ്. നിരന്തരം തപസ് ചെയ്യുന്ന തനിക്ക് ഇപ്പോഴും പൂർണ്ണമായ യോഗ്യതയില്ല, തന്നേക്കാളും യോഗ്യതയുള്ള ഒരാൾ വാരാണസിയിലുണ്ട് എന്ന് കേട്ടപ്പോൾ ഒന്ന് അറിയാനുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ട് ഈ ജാജലി പുറപ്പെട്ട് കാശിയിൽ എത്തിച്ചേർന്നു. അന്വേഷിച്ചു എവിടെയാണ് ഇദ്ദേഹം ഉള്ളത് എന്ന്. അങ്ങനെ ആ തുലാധാരന്റെ അടുത്ത് എത്തിയപ്പോൾ ജാജലിയെ കണ്ടതും വേഗം സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, താങ്കൾ വരും എന്നെനിക്ക് അറിയാമായിരുന്നു. താങ്കൾ കുറേ കാലം തപസ് ചെയ്തു. താങ്കൾ തപസ് ചെയ്യുന്ന കാലയളവിൽ താങ്കളുടെ ജടാമുടിയിൽ
ഒരു പക്ഷി കൂടുകൂട്ടി ആ കൂട്ടിൽ മുട്ടകളിട്ടു. ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പിന്നീട് ആ പക്ഷികളൊക്കെ ചിറക് മുളച്ചപ്പോൾ പറന്നുപോയി. അപ്പൊ അതുവരെ അതിൻ്റെ കൂടിനെ സംരക്ഷിച്ചതും അവയെ ദ്രോഹിക്കാതെ നിശ്ചലനായിരുന്നതും ഒക്കെ താങ്കൾ ധർമ്മമായിട്ട് കരുതുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് താങ്കൾ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്തു, ധർമ്മം നേടിക്കഴിഞ്ഞു.